നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. നമുക്ക് എങ്ങനെ ഇന്നൊരു അലോവേര ഫേസ് വാഷ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം അലോവേരയെല്ലാം എല്ലാവരുടെ വീട്ടിലും മാക്സിമം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അലോവേരയെ പറ്റി അറിയാലോ. അലോവേര നമ്മുടെ സ്കിന്നിലുള്ള ചുളികളെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ യങ്ങായിട്ട് വെച്ചിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ സ്മൂത്തനാക്കാനും അതുപോലെ തന്നെ ഹീൽ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസോ അതായത് ചൊറിച്ചിലോ മറ്റും റാഷസോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അലോവേര മാത്രം ഇട്ട് കൊടുക്കുക. അലോവേരയിൽ ഒരല്പം ഒരു തുള്ളി തേനൊക്കെ ഒഴിച്ച് വെച്ച് കൊടുത്താൽ അതെല്ലാം ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് അലോവേര. അത് മാത്രമല്ല, ഇത് വന്ന് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ pH ബാലൻസ് ചെയ്യാനും നമ്മൾ ഇതിൽ അലോവേര ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ pH ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെയാണ് ഭാവി ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ആൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഉപ്റ്റൻ സോപ്പ് ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ വീഡിയോ മുമ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 7 ഗ്രാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സോപ്പ് പീസ് എടുക്കാം, പിയേഴ്സ് എടുക്കാം, ഏത് സോപ്പാണുള്ളത് അതെടുക്കും. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ ഡബിൾ ബോയിലർ മെത്തേഡിലൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ അവിടെ തീ കത്തിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പം വെള്ളം തിളക്കട്ടെ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി ഈ സോപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് തീ കുറച്ച് വെച്ചു. അപ്പോൾ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. കാരണം ഇനി എല്ലാം മെൽറ്റ് ആയല്ലോ. ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ അത് നമുക്കൊരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു സ്പൂൺ നിറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അലോവേര ജെല്ലും സോപ്പും കൂടെ നന്നായിട്ട് മിക്സാകുന്ന രീതിയിൽ എല്ലാം ഒന്ന് ബ്ലെൻഡായി വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് പതഞ്ഞിട്ടുണ്ട്. ഈ പതയെല്ലാം ഇനി നമുക്കൊരു മണിക്കൂർ വച്ചിരിക്കുമ്പോൾ ഈ പതയെല്ലാം അത് പോയി ഒരു ഫേസ് വാഷ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമുക്കിനി ഇതിനെ ഒന്ന് താഴെ ഇറക്കി വെച്ച് 1 മണിക്കൂർ അതിൻ്റെ ഹീറ്റെല്ലാം പോയി 1 മണിക്കൂർ സെറ്റാവാൻ വച്ചിരിക്കും. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിക്കാം, DM വാട്ടർ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണല്ല 2 സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3-4 ഡ്രോപ്സ് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മൾ സോപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഡ്രൈ ആവാതിരിക്കാൻ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഫേസ് വാഷ് കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ 2 സ്പൂൺ കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്തൊന്ന് സെറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ കാണാം. അപ്പം നമ്മുടെ അലോവേര ഫേസ് വാഷ് ഇവിടെ റെഡിയാണ്. ശരിക്കും ഒരു ഫേസ് വാഷിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫേസ് വാഷ് എല്ലാവരും കണ്ടല്ലോ. ഇതിൽ അലോവേര മെയിനായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഉപ്റ്റനും അടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഈ രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അലോവേര അറിയാലോ, നമ്മുടെ സ്കിന്നിലുള്ള റാഷസിനെയും സ്കിൻ പ്രോബ്ലംസിനെയും മാറ്റി നമുക്ക് നാച്ചുറലായിട്ട് ഒരു യങ്ങാക്കാനും നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഉപ്റ്റനും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നമുക്കൊരു ഡബിൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മെയിനായിട്ട് pH ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു, ഡ്രൈ ആക്കില്ല. അത് കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ എടുത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.